This news is brought to you by സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രവേശനോത്സവത്തോടെ ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ പുതിയ അധ്യയന വർഷത്തിന് ഉജ്ജ്വല തുടക്കം. വിദ്യാലയ മുറ്റത്തേക്ക് പുതിയതായി കടന്നുവന്ന നവാഗതർക്ക് ഹൃദ്യമായ സ്വീകരണമാണ് സ്കൂൾ അധികൃതരും PTA-യും ചേർന്നൊരുക്കിയത്. വർണ്ണപ്പകിട്ടാർന്ന അലങ്കാരങ്ങളാലും വിവിധ ആഘോഷ പരിപാടികളാലും സ്കൂൾ അങ്കണം സജീവമായി. പ്രവേശനോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ഫിലിപ്പ് ഇരിപ്പക്കാട്ട് നിർവഹിച്ചു. PTA പ്രസിഡന്റ് സജി കെ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് മേരിക്കുട്ടി സ്വാഗതം ആശംസിച്ചു. സീനിയർ അസിസ്റ്റന്റ് സിസി ജേക്കബ്, PTA വൈസ് പ്രസിഡന്റ് ബിജോ സെബാസ്റ്റ്യൻ, അസിസ്റ്റന്റ് മാനേജർ ഫാദർ എബിൻ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. തുടർന്ന് നവാഗതരായ വിദ്യാർത്ഥികൾക്ക് നോട്ട്ബുക്കുകളും പേനകളും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറി ബേബി ജോൺ നന്ദി രേഖപ്പെടുത്തി. അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടക്കം കുറിക്കുക. 2026-27 അധ്യയന വർഷം ഇന്നിവിടെ ആരംഭം കുറിക്കുമ്പോൾ നല്ലവനായ ദൈവത്തെ ഓർത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ സ്കൂളിൽ നന്നായി പഠിക്കുവാൻ, അതോടൊപ്പം തന്നെ പുതിയൊരു അധ്യയന വർഷം ഈ സ്കൂളിലേക്ക് ഇന്ന് കടന്നു വരുവാനും ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. നന്ദി പറഞ്ഞ് ഈ ഒരു വർഷക്കാലം ദൈവമേ നിന്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രഭാവത്തിൽ കൊണ്ട് ഇവരെ ധനിരാക്കുകയും ആപത്തിൽ നിന്നും രോഗത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അറിവിന്റെ ആരംഭം ദൈവഭക്തിയാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. എല്ലാവരും വെച്ചിടുക. അറിവിന്റെ ആരംഭം. നമ്മുടെ സെന്റ് മേരീസ് ഹൈസ്കൂളിലേക്ക് പുതുതായി വന്ന എല്ലാ കുട്ടികളെയും 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളെയും വളരെ ഹാർദവമായി ഈ സെന്റ് മേരീസ് ഹൈസ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിദ്യാലയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പല നാടുകളിൽ നിന്നും പല സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ പഠിച്ച് വളർന്ന ഒരു കുട്ടികളുടെ വലിയ കൂട്ടായ്മയാണ് സെന്റ് മേരീസ് ഹൈസ്കൂൾ. പല നിറങ്ങളിലുള്ള പൂക്കൾ ഒരുമിച്ച് വെച്ചതുപോലെ, ഒരുമിച്ചൊരു പൂന്തോട്ടം രൂപപ്പെടുന്നത് പോലെയാണ് സെന്റ് മേരീസിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന കുട്ടികൾ ഒന്നിച്ചു ചേർന്ന ഒരു പൂങ്കാവനമായി മാറുന്നത്. നല്ല കുട്ടികളായി വളർന്നു വരാൻ നിങ്ങളെ എല്ലാവരെയും ആശംസ ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഹൈസ്കൂളിലേക്ക് നിങ്ങൾ ഇന്ന് ആദ്യമായി കടന്നു വന്നിരിക്കുകയാണ്. അടുത്ത 3 വർഷക്കാലം ഈ സെന്റ് മേരീസിന്റെ നല്ല മക്കളായി ഈ നാടിന് അനുഗ്രഹമായി, കുടുംബത്തിന് അനുഗ്രഹമായി, രാജ്യത്തിന് അനുഗ്രഹമായി മാറുവാൻ വേണ്ടിയിട്ട്, നല്ല വിദ്യാഭ്യാസം നിങ്ങൾ നേടുവാൻ വേണ്ടിയിട്ട് ഈ സ്കൂളിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഏറെ കൃത്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സെന്റ് മേരീസ് ഹൈസ്കൂളിനെ തെരഞ്ഞെടുത്തത് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പല ഉത്തരങ്ങളുണ്ടാകാം. ഞാൻ ചിലരോട് ചോദിച്ചപ്പോൾ ചിലർ പറഞ്ഞു, വർഷങ്ങളായിട്ട് ഈ സ്കൂള് ഏറ്റവും നല്ല പഠന നിലവാരം പുലർത്തുന്നു, മികവാർന്ന വിജയങ്ങള് തുടർച്ചയായി 100% വിജയം ഈ സ്കൂൾ കരസ്ഥമാക്കുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല മാർക്ക് വാങ്ങണമെങ്കിൽ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വരണം. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ചിലർ പറഞ്ഞു, നല്ല അധ്യാപകർ ഇവിടെയുണ്ട്. എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രധാനമായിട്ട് വിദ്യാഭ്യാസം നേടാൻ, അല്ലെ? വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ 2-3 കാര്യങ്ങൾ അതിൽ പ്രധാനമായിട്ട് ഉൾപ്പെട്ടിട്ടുള്ളത്,
അല്ലെ? എന്തൊക്കെയാണ്? ഒന്ന് അറിവ്, ഒന്ന് കഴിവ്, പിറ്റൊന്ന് മൂല്യം. ഇത് മൂന്നും ഒരുമിച്ച് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന പ്രക്രിയ നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുള്ളൂ. നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, സെന്റ് മേരീസ് സ്കൂളിലേക്ക് നമ്മുടെ മാനേജർ പറഞ്ഞതുപോലെ 231 കുട്ടികൾ കൂടി വന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം നിങ്ങളെ സ്കൂളിലേക്ക് വരവേൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മാനേജർ പറഞ്ഞതുപോലെ സ്കൂളിലെ പഠനവും നല്ല വ്യക്തിത്വങ്ങളും വാർത്തെടുക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇവിടുത്തെ മിടുക്കരായ ടീച്ചർമാരോടുകൂടി ചേർന്ന് നിങ്ങൾ നടത്തിത്തരും എന്ന വിശ്വാസത്തോടെ ഏറ്റവും നന്മ നിറഞ്ഞ ഒരു അധ്യയന വർഷം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. മേരീസിനെ സംബന്ധിച്ചൊരു ഉത്സവം തന്നെയാണ്. കാരണം നിങ്ങളുടെ ഈ സെന്റ് മേരീസ് കുടുംബത്തിലേക്ക് പുതുതായി എത്തിച്ചേർന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖത്തെ സന്തോഷവും പുഞ്ചിരിയുമാണ് അതിന്റെ കാരണം. നിങ്ങളെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സെന്റ് മേരീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കഥയാണ്. കഥയുടെ പേര് പ്രഭാതം മുതൽ. ബാക്കിയൊന്ന് പറയാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റുമോ? പ്രഭാതം മുതൽ ബാക്കി എന്തായിരിക്കും? മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടാവാം. പ്രഭാതം മുതൽ അല്ല, പ്രദോഷമല്ല, പ്രഭാതം വരെ. പ്രഭാതം മുതൽ പ്രഭാതം വരെ എന്നാണ് കഥയുടെ പേര്. എം മുകുന്ദൻ അങ്ങനെ ഒരു പേര് കൊടുക്കാൻ ഒരു കാരണം, ഒരു പ്രഭാതത്തിൽ ആരംഭിച്ച് അടുത്തൊരു പ്രഭാതത്തിൽ ഈ കഥ അവസാനിക്കുകയാണ്. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.